നമസ്കാരം, റിവ്യൂ മാസ്റ്ററിന്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മമ്മൂട്ടി എന്ന നടൻ എപ്പോഴും പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്നൊരു നടനാണ്. പുത്തൻ പരീക്ഷണങ്ങളുമായി എപ്പോഴും വരും. അദ്ദേഹത്തിൻ്റെ ഒരു 5 സിനിമകളിൽ ഇപ്പം പ്രത്യേകിച്ചും കോവിഡിന് മുമ്പ് അദ്ദേഹം ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യാറുണ്ട്. പുത്തൻ സംവിധായകർക്ക് അവസരം നൽകാറുണ്ട്. അങ്ങനെ ഏറ്റവും പുത്തൻ പരീക്ഷണ ചിത്രവുമായി അദ്ദേഹം എത്തുകയാണ് ഭ്രമയുഗത്തിലൂടെ. ഇരുട്ടിൽ പതിഞ്ഞ ഭ്രമയുഗവുമായി, ഇരുട്ടിൻ്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഭ്രമയുഗവുമായി മമ്മൂട്ടി എത്തുന്നു എന്ന് പറയുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ വളരെ ശ്രദ്ധേയമാണ്. ആ സിനിമയുടെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുത്തൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ സിനിമ ഫെബ്രുവരി 15 റിലീസ് എന്നാണ്. ഫെബ്രുവരി 15 വേൾഡ് വൈഡ് റിലീസാണ്. 5 ഭാഷകളിലുണ്ട്. പക്ഷെ ഇത് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഇത് പൂർണ്ണമായ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത്, പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് ഇത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സിനിമയാണ്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പോസ്റ്റർ ഡിസൈനിങ് മുതൽ എല്ലാ കാര്യങ്ങളും, കഴിഞ്ഞ ദിവസത്തിൻ്റെ ഓഡിയോ ട്രാക്ക് വന്നിട്ടുണ്ട്, നമുക്കത് കേട്ട് നോക്കാം. എന്നാൽ പോലും എല്ലാ പോസ്റ്ററുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. സിനിമയും ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ശേഷം കളറ് വന്നതിന് ശേഷം പിന്നൊരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ആദ്യ ചിത്രമാണ്, വർഷങ്ങൾക്ക് ശേഷം വരുന്ന ആദ്യ ചിത്രമാണ് ഭ്രമയുഗം. അതുകൊണ്ട് തന്നെ അതിനൊരു പരീക്ഷണ ചിത്രം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. പിന്നെ രണ്ടാമത്തതിൻ്റെ പരീക്ഷണ ചിത്രം എന്ന് പറയാനുള്ള മറ്റൊരു കാരണം അതിനകത്തെ കഥാപാത്രങ്ങൾ 4-5 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മാക്സിമം 5 കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. ഒരു മനയും അതുമായിട്ട് ബന്ധപ്പെട്ട, നമുക്ക് ടീസർ ഒന്നതാണ്, ഒരു മനയും അതുമായിട്ട് ബന്ധപ്പെട്ട കഥയുമാണ്. അതിലെ ഒരു നിഗൂഢതകളും അതിലെ സഞ്ചാര കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നിഗൂഢമായ കഥ പറയുന്ന, ഭയം നമ്മളിലേക്ക് ജനിപ്പിക്കുന്ന, അതായിരിക്കണം അവരുദ്ദേശിക്കുന്ന, അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. അവരൊന്നും ഇതുവരെയും അതിനെക്കുറിച്ച്, അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നും അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. സിനിമയോട് റിലീസിനോട് എടുക്കുമ്പോൾ അവർ ഡീറ്റെയിൽ എല്ലാം പറയുന്നതായിരിക്കും. പക്ഷേ ഇതുവരെ അവർ എന്തായാലും തള്ളി മറിച്ചിട്ടൊന്നുമില്ല ഇതുവരെയും. ഇനി തള്ളി മറിക്കാതിരിക്കട്ടെ. ഇതിനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയായി ഈ പരീക്ഷണം വിജയിച്ചാൽ ഈ പറയുന്ന പോലെ ഗംഭീരമായ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങാനുള്ള ചാൻസുകളും പരീക്ഷിക്കാനുള്ള ചാൻസുകളും മലയാള സിനിമയിൽ വളരെ കൂടും. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ നമുക്ക് എടുത്തു പറയണം, രാഹുൽ സദാശിവൻ. ഭൂതകാലം എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കണ്ടാൽ മതി. OTT റിലീസ് ചെയ്താണ്. കാണാത്തൊരു ഉറപ്പായിട്ടും ആ സിനിമ കാണണം. അൻവർ റഷീദ് ആയിരുന്നു ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അന്നേരം ഭൂതകാലം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ വെച്ചാണ് ആ സിനിമ ഒരു നല്ല ശതമാനം ഉപയോഗിക്കുന്നത്. രേവതിയും ഷൈൻ നിഗവും. എനിക്ക് തോന്നുന്നു ഷൈൻ നിഗത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്, രേവതിക്ക് അവാർഡ് കിട്ടി. ബെസ്റ്റ് പെർഫോമൻസ് ഗംഭീരം. നമ്മുടെ ഇതിലെ പ്രേതം ഇറങ്ങി വന്ന് സാരിയും പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നതും അല്ലെങ്കിൽ പേടിപ്പിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല അതിനകത്ത്. പക്ഷേ നമുക്ക് ഭയമെന്ന വികാരത്തിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഉണർത്തുന്ന, നമുക്ക് സീറ്റ് എഡ്ജ് ഇങ്ങനെ രാത്രിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയം, നമുക്ക് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറി ഭൂതകാലം. എന്നാൽ അതിൻ്റെ ഡയറക്ടർ രണ്ടാമതൊരു സിനിമ ചെയ്യുമ്പോൾ അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. അത് മമ്മൂട്ടിയുമായിട്ട് വരുമ്പോൾ അത് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പക്ഷേ ഇതൊരു പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത് വരുന്ന പരീക്ഷണ ചിത്രമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഡിയോ ട്രാക്ക് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓഡിയോ ട്രാക്ക് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതാണ് ആ ഓഡിയോ ട്രാക്ക്. ഒരു ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ടെക്നിക്കലി വളരെ വർക്ക് ചെയ്തിട്ടുള്ള പടമാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് എല്ലാം സ്ക്രീനിൽ വരുമ്പം പ്രേക്ഷകർ തീരുമാനിക്കും ഫൈനൽ. അതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും നല്ലൊരു സിനിമയാകട്ടെ ഭ്രമയുഗം. നല്ലൊരു പരീക്ഷണ ചിത്രം വിജയ ചിത്രമായി മാറട്ടെ.
എല്ലാവരും സ്വീകാര്യപ്പെടുമ്പോഴേ, അല്ലെങ്കിൽ എല്ലാവരും സ്വീകരിക്കുമ്പോഴേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുമ്പോഴേ അതിന് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ല. അന്നേരം പിന്നിലുള്ള കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കണമെങ്കിൽ സിനിമ വിജയിക്കണം. അന്നേരം നല്ല സിനിമയാകട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. നല്ല സിനിമയാകട്ടെ. നല്ല സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അന്നേരം ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ഭ്രമയുഗം വരും ഫെബ്രുവരി 15. വെയിറ്റ് ആൻഡ് സീ. ബൈ.